ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് +2 പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ചർച്ചിൽ എപ്പോഴും പോകുമായിരുന്നു. ചർച്ചിൽ പോയിട്ടായിരുന്നു സ്കൂളിൽ പൊയ്ക്കിടുന്നത്, മുതലക്കടം ചർച്ചില്. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നും പോകുന്ന വഴിക്ക് ആ കുരിശിന്റെ അവിടെ വെച്ച് ഞങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു. അങ്ങനെ ഡെയിലി എന്നും ലൈക്ക് +2 സ്റ്റാർട്ട് ചെയ്തപ്പോൾ +1 അറിയാം, ജസ്റ്റ് എന്നാലും കമ്പനി ഒന്നുമില്ല. +2 സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങള് ലൈക്ക് ഗുഡ് മോർണിംഗ് തുടങ്ങി. ആദ്യം പ്രപ്പോസ് ചെയ്ത് ഇച്ചായന. ഈവനിങ് കൂടെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്ന വഴിക്ക് ഇച്ചായന്റെ ഫ്രണ്ടും കൂടെ വന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ എന്ന് വെച്ചാൽ ഞാനും എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്താ, ഇഷ്ടമല്ലല്ലോ, നേരത്തെ ഇഷ്ടമാന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ആ ഒരു ഇഷ്ടം പറഞ്ഞത്. പക്ഷെ പ്രിൻസിപ്പൽസ് മോനല്ലേ, നമുക്ക് അങ്ങനെ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ പറയുന്നത് +2 കഴിഞ്ഞിട്ടാണ്. 21 മെയ് 2014. ഇവി ഇപ്പോഴും 10 കൊല്ലം മുന്നേ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 കൊല്ലം മുന്നേ ഞാനായിരുന്നു മൂത്തതെന്നും എപ്പോഴും പറയായിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കല്യാണം കഴിച്ച് പോകുന്നുണ്ട്, ഭാഗ്യം. ഇനി എനിക്ക് പറയാലോ, എൻ്റെ ചേച്ചി കെട്ടി മൂത്തത് എൻ്റെ ചേച്ചി തന്നെയാണ്. ചേച്ചിയെക്കുറിച്ച് നമ്മുടെ ഇടയിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ചേച്ചി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ചേച്ചിയായിരിക്കും. ഞാനൊക്കെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വഴുതി മാറും. എന്നാലും ഏറ്റവും കൂടുതൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ചേച്ചിയാണ്. ഹീറോയിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ കൈയ്യോട്ടോട് കൂടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ചേട്ടായി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ചേട്ടായും ദിവ്ചേച്ചിനെ കാണുമ്പോൾ ചേട്ടായും ഡിഫറെൻ്റ് ആണ്. ദിവ്ചേച്ചിയെ കണ്ടു കഴിയുമ്പോൾ ചേട്ടായി വേറെ ലോകത്താണ്. നമ്മളൊക്കെ ചുറ്റും ഉണ്ടെന്ന് പോലും പുള്ളി മറക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരി എപ്പോഴും ഹാപ്പിയാണ്. ഞാനിച്ചിരി ടെൻഷനും ഇച്ചിരി ദേഷ്യമൊക്കെ കൂടിയ ഒരാളാണ്. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാവും. പിന്നെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താലും പുള്ളിക്കാരി അത് തന്നെ എങ്ങനെയും കൂളാണ്. എപ്പോഴും ചിരിക്കുന്നത് ഒക്കെ കാണുമ്പോഴേക്കും എനിക്ക് പിന്നെ ഭയങ്കര പെട്ടെന്ന് ഞാൻ തുച്ചിട്ട പോലെ തണുക്കും. ഇനി അങ്ങോട്ടും ഉള്ളത് നന്നായി വരട്ടെ എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ചേട്ടായുടെ കല്യാണമാണ്. ഗ്ലാഡിൻ ചേട്ടനും ദിവ്യ ചേച്ചിക്കും ഹാപ്പി മാരീഡ്. You are a picture and every piece seems to fall
moment when I know that I will never be the same. And every word that I could find in the corners of my mind will never be enough to let you